എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡ്രോയിങ്സ് നോക്കാം. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് ഐഡിയാസാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്നോമാനുള്ള വിൻ്റർ സീനറി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ലൈറ്റ് ബ്ലൂ കളർ ഓയിൽ പേസ്റ്റൽ എടുക്കുക. എന്നിട്ട് നമ്മൾ മൗണ്ടൻസ് വരയ്ക്കുന്ന പോലെ ഈ താഴെ ഗ്രൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ ബ്ലൂ വെച്ചിട്ട് സ്നോമാനെ വരയ്ക്കുക. അപ്പോൾ സ്നോമാനെ വരയ്ക്കാൻ വേണ്ടി ഒന്നുകിൽ റൗണ്ട് ക്യാപ്പില്ലേ, ബോട്ടിൽ ക്യാപ്പോ അങ്ങനത്തെ എന്തെങ്കിലും റൗണ്ട് ഷേപ്സ് എടുത്തിട്ട് വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഒരു സർക്കിൾ, പിന്നെ അതിൻ്റെ താഴെ ഒരു യു, പിന്നെ കുറച്ചും കൂടെ വലിയൊരു യു വരച്ചു കൊടുക്കാം. ഇനി ഈ നമ്മൾ ബ്ലൂ വരച്ചില്ലേ, ആ ബ്ലൂ തന്നെ നമ്മൾ മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. മേലത്തെ പോർഷൻ വൈറ്റും പിന്നെ ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിന്നെ ഡാർക്ക് ബ്ലൂ, ആ ഒരു രീതിയിൽ വരുന്ന പോലെയാണ് നമ്മൾ കളർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് മേലെ കുറച്ച് വൈറ്റ് സ്പേസ് മാത്രം വിട്ടിട്ട് ബാക്കി പോർഷൻ ബ്ലൂ വെച്ച് കളർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഡാർക്കാക്കി കൊടുക്കുക. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും വെച്ചിട്ടാണ് സ്കൈ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ സ്നോമാൻ്റെ ആ ഒരു പോർഷനൊക്കെ ലൈറ്റ് ബ്ലൂ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മേലോട്ടൊക്കെ പോകുമ്പോൾ ഡാർക്ക് ബ്ലൂ ആക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യാൻ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ അടുത്തുള്ള ഓയിൽ പേസ്റ്റൽസ് ഒരു നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പല്ല. നമ്മളിങ്ങനെ ചിരണ്ടി ഇടുമ്പോൾ പൊടി പോലെയല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഏകദേശം ക്രയോൺസ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടിഷ്യൂ എടുത്തിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി വൈറ്റ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് വിട്ട സ്ഥലമില്ലേ, വൈറ്റിന് വേണ്ടി വിട്ട പ്ലേസസിൽ ഒന്ന് വൈറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് പൈൻ ട്രീസ് വരയ്ക്കണം. അപ്പോൾ ഞാൻ സ്നോമാൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഒരു വലിയ പൈൻ ട്രീ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ഏകദേശം സ്നോമാൻ്റെ ഹൈറ്റിൻ്റെ അത്രയും വരുന്ന രീതിയിലാണ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യം മിഡിലിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് മേലേന്ന് താഴോട്ടേക്ക് ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി സ്നോമാൻ്റെ അപ്പുറത്തെ സൈഡിലും കൂടെ ഒരു കുഞ്ഞ് പൈൻ ട്രീ വരയ്ക്കുന്നുണ്ട്. അതായത് ആ പൈൻ ട്രീ കുറച്ച് ദൂരെയുള്ള പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ബ്ലാക്ക് പൈൻ ട്രീൻ്റെ മേലെ കുറച്ച് ഗ്രീൻ കളറൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ചെയ്തെടുക്കുക. ഇനി ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതേപോലെ സ്നോമാൻ ഒരു ബോർഡർ കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലൊന്നും ബോർഡർ കൊടുക്കേണ്ട, ഒരൊറ്റ സൈഡിൽ ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചിട്ട് അത് ഇയർബഡ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി സ്നോമാൻ ഒരു ഹാറ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ രണ്ട് കൈയും കണ്ണും മേത്ത് ബട്ടൺസും വായും ഒക്കെ വരയ്ക്കുക. പിന്നെ ഓറഞ്ച് വെച്ചിട്ട് ഒരു മൂക്കും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ അവിടെ ഒരു റെഡ് ഷോളും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് പെന്നാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കുറച്ച് ലൈൻസ് ട്രീയുടെ മേലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഗ്രൗണ്ടിലുള്ള ആ ഒരു വൈറ്റിൻ്റെ മേലെയും കുറച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ വൈറ്റ്നറോ അല്ല വൈറ്റ് പെന്നോ എടുത്തിട്ട് ഇതേപോലെ ട്രീൻ്റെ മേലെയും സ്നോമാൻ്റെ ഹാറ്റിൻ്റെ മേലെയും കൈയിൻ്റെ മേലെയും ഒക്കെ കുറച്ച്, അതേപോലെ സ്കൈയിലും സ്നോഫോൾ പോലെ അവിടെ ഇവിടെ ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സ്നോമാൻ്റെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വിൻ്റർ സീനറി പോലെയാണ് ചെയ്തെടുത്തത്. ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇതേപോലെയുള്ള ഐഡിയാസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി അടുത്തത് നമുക്കൊരു സാന്റാക്ലോസിനെ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു സർക്കിൾ നമ്മൾ വരച്ചു കൊടുക്കുക. സാൻഡയുടെ നോസ് എന്നാണ് നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2 യു ഷേപ്സ് ആ സർക്കിൾ കണക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മീശ പോലെ വരയ്ക്കുക. ഇനി ആ മീശയുടെ തൊട്ട് താഴെയായിട്ട് ഒരു കുഞ്ഞു യുവും കൂടെ വരച്ചു കൊടുക്കുക. ഇനി 2 മീശയുടെയും സൈഡിൽ നിന്നായിട്ട് മേലോട്ടേക്ക് ഫേസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഫേസിൽ സാൻഡയുടെ ക്യാപ്പിൻ്റെ ആ ഭാഗം കൂടെ ഒന്ന് ഒരു കുഞ്ഞ് റെക്റ്റാങ്കിൾ പോലെ വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് ക്യാപ്പ് വരച്ചു കൊടുക്കുക. ഇനി ആ ക്യാപ്പിനെ കണക്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ ഒരു ക്ലൗഡ് പോലെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സാൻഡയുടെ താടി റെഡിയായി കിട്ടും. മൂക്കിൻ്റെ 2 സൈഡിലായിട്ട് 2 റാ ഷേപ്സ് വരയ്ക്കുന്നുണ്ട്. കണ്ണാണ്, അതിൻ്റെ മേലെ കുറച്ചും കൂടെ ലൈറ്റായിട്ട് ഐബ്രോസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫേസിൻ്റെ താഴെയായിട്ട് ഇതേപോലെ ഒരു യു പോലെ വരയ്ക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്ഡ് യു പോലെ വരയ്ക്കുന്നുണ്ട്. സാൻഡയുടെ താടിയും യുവും കണക്ട് ചെയ്തിട്ട് ഇതേപോലെ 2 സൈഡിലായിട്ട് 2 കൈ വരച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, പക്ഷെ വരയ്ക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി താഴെ 2 കാലും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മെയിനായിട്ട് ചെയ്യാനുള്ളത് കുറച്ച് ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ബെൽറ്റും ബട്ടൺസും അതൊക്കെ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബ്ലാക്ക് പെൻ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാൻഡേനെ ഒന്ന് കളർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. പിന്നെ നമ്മളിത് സൈഡിൽ വെച്ചിരിക്കുന്നത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കറായിട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് പിക്ചേഴ്സ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു സ്നോമാൻ്റെ സ്മൈലി, പിന്നെ ഒരു സാൻഡയുടെ സ്മൈലി, പിന്നെ ഒരു ക്രിസ്മസ് ട്രീയുടെ സ്മൈലിയും, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്കിനി 3rd ഡ്രോയിങ് നോക്കാം. അത് സിമ്പിളായിട്ടൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്തെടുക്കുന്നത്. ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നില്ല, ഒരു പൈൻ ട്രീ ആണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം പേജിൽ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് ഒരു ലൈന് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇൻവേർട്ടഡ് വി പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഡാർക്ക് ബ്ലൂ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതിൻ്റെ മേലെയായിട്ട് ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ ലെയർ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അതിൻ്റെ മേലെ ലൈറ്റ് ഗ്രീനും പിന്നെ ഏറ്റവും മേലെയായിട്ട് യെല്ലോവും കൂടെ ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കുക. ഇനി താഴെ ബ്രൗണും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ചെയ്തത് കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആക്കിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് ബ്ലൂവും കൂടെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഒരു പൈൻ ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. 3 ഡ്രോയിങ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.